ഹംപി ഇന്ത്യയിലെ ലോസ്റ്റ് സിറ്റി എന്ന വിശേഷണമുള്ള നഗരങ്ങളിലൊന്ന്. പേരിലെ സവിശേഷത കൊണ്ടും ചരിത്ര പുസ്തകങ്ങളിലെ തുടർച്ചയായ പരാമർശങ്ങൾ കൊണ്ടും ഹംപി നമുക്ക് ചിരപരിചിതമായിരിക്കും. തെക്കേ ഇന്ത്യയിലെ പ്രബല സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്ന വിജയനഗരത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ നഗരത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നത്. ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, സൈനിക താവളങ്ങൾ, സ്നാനഗൃഹങ്ങൾ എന്നിങ്ങനെ പല രൂപത്തിൽ ആ ഓർമ്മകൾ ഇവിടെ ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ ചരിത്ര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിവിടം. ചരിത്രത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന വിനോദസഞ്ചാരികളുടെ പറുദീസയാണിവിടം. മനക്കണ്ണുകൊണ്ട് വേണം ഹംപി നഗരത്തെ കാണാൻ. കൽക്കൂമ്പാരങ്ങളിൽ നിന്നും ഇവിടെ ഒരു നഗരം ഭാവനയിൽ നിർമ്മിച്ചെടുക്കണം. ഒരു പര്യവേക്ഷകന്റെ ജിജ്ഞാസയും ഊർജവും മനസ്സിൽ ആവാഹിച്ചു വേണം ഹംപിയുടെ കാഴ്ചകളിലേക്ക് പോകാൻ. പോകാം ഹംപിയിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഹംപി നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം വിട്ടാല ടെമ്പിൾ കോംപ്ലക്സ്, തുടർന്ന് ഹേമകൂടം ഹിൽ, അടുത്തത് ശ്രീകൃഷ്ണ ടെമ്പിൾ, പിന്നെ മാതംഗ ഹിൽ, അവിടെ നിന്നും സനാന എൻക്ലോഷർ, തുടർന്ന് പാൻസുപാരി ബസാർ, പിന്നെ ഭൂഗർഭ ശിവക്ഷേത്രം, അടുത്തത് റോയൽ എൻക്ലോഷർ, തുടർന്ന് ക്വീൻസ് ബാത്ത്, പിന്നെ ചന്ദ്രശേഖര ടെമ്പിൾ, അവസാനമായി ഒക്ടാഗണൽ ബാത്ത്. ആദ്യം നാം പോകുന്നത് വിട്ടാല ടെമ്പിൾ കോംപ്ലക്സിലേക്കാണ്. ശ്രീകൃഷ്ണന്റെ കൗമാര രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആരാധനാലയം. തനത് വിജയനഗര പാരമ്പര്യത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. താഴ്ഭാഗത്ത് കല്ലുകൊണ്ടുള്ള മണ്ഡപങ്ങളും മുകളിൽ ഇഷ്ടിക കൊണ്ടുള്ള ഗോപുരങ്ങളും അടങ്ങുന്ന മന്ദിരങ്ങൾ. ഇഷ്ടിക കൊണ്ടുള്ള ഭാഗങ്ങൾ മിക്കയിടങ്ങളിലും തകർന്ന നിലയിലാണെങ്കിലും കൊത്തുപണികളുടെ മനോഹാരിത കാണാനാവും. വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന നിരവധി നിർമ്മിതികൾ ഉൾപ്പെടുന്നതാണ് വിട്ടാല ക്ഷേത്ര സമുച്ചയം. വിട്ടാല വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലാണ് ഇതിൽ പ്രധാനം. ശ്രീകോവിലിനു മുമ്പിൽ കൊത്തുപണികളോടുകൂടിയ തൂണുകളിൽ ഉയർത്തിയ മഹാമണ്ഡപം മനോഹരമായൊരു കാഴ്ചയാണ്. പ്രസിദ്ധമായ ശിലാരഥമാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ഹംപിയുടെ അടയാളമെന്ന നിലയിൽ ചിത്രങ്ങളിലൂടെയും മറ്റും പ്രചരിച്ചിട്ടുള്ള രഥം. ഇത് യഥാർത്ഥത്തിൽ ഗരുഡനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീകോവിലാണ്. മനോഹരമായ കൊത്തുപണികളുള്ള തൂണുകൾ നൽകി നിർമ്മിച്ചിട്ടുള്ള സംഗീത മണ്ഡപം കോമ്പൗണ്ടിൽ ഒരിടത്തായുണ്ട്. സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന തൂണുകളാണ് സംഗീത മണ്ഡപത്തിന്റെ സവിശേഷത. ഒരു കല്യാണ മണ്ഡപവും വിട്ടാല ക്ഷേത്രത്തിലുണ്ട്. രാജകുടുംബത്തിലെയും വിജയനഗരത്തിലെ പ്രമാണി കുടുംബങ്ങളിലെയും കല്യാണങ്ങൾ നടന്നിരുന്ന ഇടം. കല്യാണ മണ്ഡപത്തിലും കാഴ്ചയാകുന്നത് കൊത്തുപണികളുടെ സൗന്ദര്യമാണ്. ക്ഷേത്രത്തിന് പുറത്ത് വിശാലമായൊരു മാർക്കറ്റുമുണ്ട്.
നീളത്തിലുള്ള മൈതാനവും ചുറ്റും കൽമണ്ഡപങ്ങളുമുള്ള മാർക്കറ്റിന്റെ അവശേഷിപ്പുകൾ വിജയനഗരത്തിന്റെ വാണിജ്യ പാരമ്പര്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. ഹേമകൂടം മലയാണ് അടുത്തതായി കാണേണ്ട ഡെസ്റ്റിനേഷൻ. ക്ഷേത്രങ്ങൾ നിറഞ്ഞ വലിയൊരു പാറക്കെട്ടാണിത്. പ്രാദേശികമായി പമ്പ എന്നറിയപ്പെടുന്ന സതീദേവി ശിവനെ വിവാഹം ചെയ്തത് ഇവിടെ വെച്ചാണെന്നും അപ്പോൾ സ്വർണമഴ പെയ്തെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹേമകൂടം എന്ന പേര് കുന്നിന് ലഭിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് പ്രദേശമെങ്കിലും ആരാധനയും തീർത്ഥാടനവും അനുവദിച്ചിട്ടുണ്ട്. ശശിവേഗലു ഗണേശ എന്നു പേരുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രം കുന്നിലേക്ക് കയറും മുമ്പുള്ള ഒരു കാഴ്ചയാണ്. കടുകുപോലെ വീർത്ത വയറുള്ള ഗണേശൻ എന്നാണ് പേരിനർത്ഥം. ഒരു സർപ്പം ചുറ്റിക്കിടക്കുന്ന വീർത്ത വയറുള്ള ഗണേശ വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂറ്റൻ പാറക്കെട്ടുകളും ഇടയിലുള്ള ക്ഷേത്രങ്ങളുമാണ് ഹേമകൂടം മലയിലെ കാഴ്ച. വിജയനഗര കാലത്ത് യുദ്ധം ജയിക്കുന്നതും വിളവ് ലഭിക്കുന്നതും പോലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉപകാര സ്മരണയെന്നോണം ക്ഷേത്രം പണിയുന്നത് പതിവായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ശ്രീകോവിലുകൾ ഹംപിയിലുണ്ടായത്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പുറമെ ചില ജൈന ക്ഷേത്രങ്ങളും ഹേമകൂടത്തിൽ കാണാനാവും. പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂര, സവിശേഷമായ താഴികക്കുടം എന്നിവയാണ് ജൈന ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ. കടലേകലു ഗണേശ ക്ഷേത്രമാണ് ഹേമകൂടത്തിലെ മറ്റൊരു ശ്രീകോവിൽ. 4.5 മീറ്റർ ഉയരമുള്ള ഒറ്റക്കൽ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള മണ്ഡപം. ചൈന, കംബോഡിയ, തുർക്കി തുടങ്ങിയ ദേശങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ തൂണുകളിൽ കാണാം. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്ന് ഹേമകൂട മലയുടെ ചുവട്ടിലാണുള്ളത്. വിരൂപാക്ഷ ക്ഷേത്രം ദ്രാവിഡ ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബൃഹത് മന്ദിരം. കൊത്തുപണികളും അലങ്കാരങ്ങളും നിറഞ്ഞ ഗോപുരങ്ങളോട് കൂടിയ പടിക്കെട്ടുകൾ, ശ്രീകോവിൽ എന്നിവയൊക്കെ വിരൂപാക്ഷ ക്ഷേത്രത്തിലെ കാഴ്ചകളാവുന്നു. കർണാടകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരവും ഈ ക്ഷേത്രത്തിൻ്റെതാണ്. ഇനി ഹേമകൂട മലയുടെ അടിവാരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കാം. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലനായ ഭരണാധികാരി കൃഷ്ണദേവരായർ നിർമ്മിച്ച ആരാധനാലയമാണിത്. വിജയനഗര വാസ്തുവിദ്യയുടെ മഹിമ വിളിച്ചോതുന്ന നിർമ്മിതി. മതിൽക്കെട്ടോടുകൂടിയുള്ള ക്ഷേത്രത്തിൽ കല്ല് വിരിച്ച നിലവും കൽത്തൂണിൽ കെട്ടിയുയർത്തിയ മണ്ഡപങ്ങളും ശ്രീകോവിലുകളുമുണ്ട്. ഇഷ്ടികയിൽ നിർമ്മിച്ച തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടർന്നു വരികയാണ്. ഇതിൽ പ്രധാന കവാടത്തിന്റെ മുകൾ ഭാഗം ശില്പങ്ങളാൽ അലങ്കൃതമായ മനോഹര നിർമ്മിതിയാണ്. കൃഷ്ണന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ പ്രമേയമായ കൊത്തുപണികളാണ് ഉള്ളിൽ പ്രധാന കാഴ്ച. സവിശേഷമായ സിംഹരൂപങ്ങൾ ഇതിൽ വേറിട്ട കാഴ്ചയാകുന്നു. കൃഷ്ണന്റെ ശൈശവദശയിലെ രൂപമായിരുന്നു ഇവിടെ പ്രതിഷ്ഠ. വിഗ്രഹം ഇപ്പോൾ ചെന്നൈയിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിലാണുള്ളത്. അതിനാൽ ഇവിടെ ആരാധന നടക്കുന്നില്ല. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുൻപിൽ വിജയനഗര കാലത്തുണ്ടായിരുന്ന മാർക്കറ്റായിരുന്നു കൃഷ്ണ ബസാർ. മൈതാനം പോലൊരു പ്രദേശത്ത് അന്നത്തെ മണ്ഡപങ്ങളുടെ അവശേഷിപ്പുകളായ കൽത്തൂണുകൾ ഇപ്പോഴും കാണാം.
ഇനി നമുക്ക് ഹംപി ബസാറിലൂടെ നടന്ന് മാതംഗമലയുടെ കാഴ്ചകളിലേക്ക് പോകാം. നീണ്ടുകിടക്കുന്ന ഹംപി ബസാർ ചെന്ന് അവസാനിക്കുന്നത് മലയുടെ അടിവാരത്താണ്. രാമായണത്തിൽ പരാമർശിക്കുന്ന മാതംഗമുനിയുടെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന മലയാണിത്. ബാലികേറാമല എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ മലയെ തന്നെ. വലിയ പാറകളും മണ്ഡപങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെയാണ് മാതംഗമലയിലുള്ളത്. ചരിവിലൂടെ നടന്ന് മലയുടെ മുകളറ്റം വരെ എത്താനാകും. നന്ദി വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള മണ്ഡപം അടിവാരത്തെ ഒരു കാഴ്ചയാണ്. വിരൂപാക്ഷ ക്ഷേത്രത്തിന് അഭിമുഖമായുള്ള വിഗ്രഹം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. മലയുടെ ഏറ്റവും മുകളിലും ഒരു ക്ഷേത്രമുണ്ട്. വീരഭദ്രക്ഷേത്രം. ഇവിടെ നിന്നുമുള്ള സൂര്യോദയ അസ്തമയ കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ടൂറിസ്റ്റുകൾ നേരം പുലരും മുമ്പും അസ്തമയത്തിനു മുമ്പും മല കയറി ഇവിടെ എത്തുന്നുണ്ട്. മാതംഗമലയിൽ നിന്ന് നോക്കുമ്പോൾ വരണ്ട പാറക്കെട്ടുകളും പച്ചപ്പിന്റെ തുരുത്തുകളും ചേരുന്ന ദൃശ്യങ്ങൾ മനോഹര കാഴ്ചയാണ്. മാതംഗമലയുടെ മറുചെരുവിലും ഒരു ക്ഷേത്രമുണ്ട്. അച്യുതരായ ക്ഷേത്രം. ഹംപിയിൽ ഏറ്റവും അവസാനമായി നിർമ്മിച്ച ബൃഹത്തായ ആരാധനാ കേന്ദ്രമാണിത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇനി നമുക്ക് സനാന എൻക്ലോഷറിലേക്ക് പോകാം. രാജ്ഞി ഉൾപ്പെടെയുള്ള സ്ത്രീകളായ രാജകുടുംബാംഗങ്ങൾ താമസിച്ചിരുന്നത് ഇവിടെയാണ്. ക്വീൻസ് പാലസ് ആയിരുന്നു പ്രധാന രാജ്ഞിയുടെ വസതി. കൊട്ടാരത്തിന്റെ ശിലാനിർമ്മിതമായ അടിത്തറ മാത്രമേ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളൂ. ഒരാൾ പൊക്കത്തിൽ നിർമ്മിച്ചിട്ടുള്ള വലിയ ഫൗണ്ടേഷൻ കാണുമ്പോൾ തന്നെ മുകളിലെ കൊട്ടാരം എത്ര പ്രൗഢമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ക്വീൻസ് പാലസിനോട് ചേർന്ന് തന്നെ ഒരു വാച്ച് ടവറും കാണാം. വിജയനഗര പാരമ്പര്യത്തിൽ നിന്നും വേറിട്ട് ഇറ്റാലിയൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗോപുരമാണിത്. ഇതേ കോമ്പൗണ്ടിലുള്ള മറ്റൊരു വാച്ച് ടവറിന്റെ നിർമ്മാണം ഇന്തോനേഷ്യൻ ആർക്കിടെക്ചറിലുമാണ്. ഹംപിക്ക് വിദേശ നാടുകളുമായി ഉണ്ടായിരുന്ന സാംസ്കാരിക വിനിമയത്തിന്റെ ഉദാഹരണമായി ഇവ കണക്കാക്കപ്പെടുന്നു. ലോട്ടസ് മഹലാണ് സനാന എൻക്ലോഷറിലെ മറ്റൊരു നിർമ്മിതി. ഹംപിയിൽ പൂർണ്ണ രൂപത്തിൽ അവശേഷിക്കുന്ന അപൂർവം കെട്ടിടങ്ങളിൽ ഒന്ന്. രാജസ്ത്രീകളുടെ വിനോദ കേന്ദ്രമായിരുന്നു ഇവിടം. ഇസ്ലാമിക് വിജയനഗര ആർക്കിടെക്ചർ ശൈലികൾ ലോട്ടസ് മഹലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 24 തൂണുകളും കമാനങ്ങളും മുഗൾ വാസ്തുവിദ്യയെ ഓർമ്മിപ്പിക്കുന്നു. പിരമിഡ് ആകൃതിയിലുള്ള 9 മകുടങ്ങളും ഇസ്ലാമിക് പാരമ്പര്യം പേറുന്നവയാണ്. സനാന എൻക്ലോഷറിന് സമീപത്താണ് ആനക്കൊട്ടിലും രാജഭടന്മാരുടെ വിശ്രമ കേന്ദ്രവുമുള്ളത്. ഇസ്ലാമിക് ശൈലിയിലുള്ള ആനക്കൊട്ടിലിൽ 11 ആനകളെ പാർപ്പിക്കാനാകുമായിരുന്നു. രാജാവിന് യാത്ര ചെയ്യാനും ചടങ്ങുകൾക്കും മറ്റും ഉപയോഗിക്കുന്ന ആനകളെയാണ് ഇവിടെ സംരക്ഷിച്ചിരുന്നത്. അലങ്കാരങ്ങൾ നൽകി മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ആനക്കൊട്ടിൽ ആകർഷകമായ കാഴ്ചയാണ്. ഇതോട് ചേർന്നുള്ള നടുമുറ്റത്തോടു കൂടിയ കെട്ടിടമാണ് ഭടന്മാരുടെ വിശ്രമ കേന്ദ്രം.
ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിൽ ഹംപിയിൽ നിന്നും കണ്ടെടുത്ത ഫലകങ്ങളും ശില്പങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാണിജ്യത്തിലൂടെ സമ്പന്നമായ സാമ്രാജ്യമായിരുന്നു വിജയനഗരം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം മാർക്കറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. ഹംപിയിലെ പ്രധാന ക്ഷേത്രങ്ങളുടെ മുന്നിലും കാണാം വലിയ മാർക്കറ്റുകൾ. റോയൽ എൻക്ലോഷറിനോട് ചേർന്ന് ഹസാര രാമക്ഷേത്രത്തിന് മുന്നിലുള്ള മാർക്കറ്റാണ് പാൻസുപാരി. പാൻസുപാരി എന്നാൽ മുറുക്കാൻ എന്നാണ് അർത്ഥം. മുറുക്കാൻ ചന്ത എന്ന് മലയാളത്തിൽ ഈ മാർക്കറ്റിനെ വിളിക്കാം. ഹസാര രാമക്ഷേത്രത്തിന്റെ കൊടിമരം മാർക്കറ്റിലാണുള്ളത്. ഉയരമേറിയ ശിലാനിർമ്മിതി ഒരിക്കൽ വീണുടഞ്ഞു പോയ ശേഷം പുനഃസ്ഥാപിച്ചതാണ്. പാൻസുപാരി എന്നാണ് പേരെങ്കിലും എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന മാർക്കറ്റായിരുന്നു ഇത്. വിൽപ്പനക്കാർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനും വിൽക്കാനുമെല്ലാമുള്ള സൗകര്യങ്ങൾ ചന്തയിലുണ്ടായിരുന്നു. സ്റ്റാളുകൾ പോലെ കല്ലിൽ കെട്ടിയുയർത്തിയ പവലിയനുകൾ വശങ്ങളിൽ കാണാം. ഒരു കാലത്ത് ചൈന, ടർക്കി, യൂറോപ്പ്, അറബി നാടുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വ്യാപാരികൾ ഇവിടെ കച്ചവടം നടത്തിയിരുന്നു. കല്ലുപാകി നിർമ്മിച്ച പൊതുകുളം മാർക്കറ്റിലെ പ്രധാന കാഴ്ചയാണ്. യെല്ലമ്മ എന്ന മൂർത്തിയെ ആരാധിച്ചിരുന്ന ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ മാർക്കറ്റിൽ ഒരിടത്തുണ്ട്. കൽക്കൂട്ടങ്ങൾ മാത്രമേ ഇവിടെയും ഇപ്പോൾ കാണാനുള്ളൂ. ഹംപിയിലെ ഭൂഗർഭ ശിവക്ഷേത്രമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച അസാധാരണമായൊരു നിർമ്മിതി. ക്ഷേത്രമുറ്റം ഭൂനിരപ്പിൽ നിന്നും 10 അടിയോളം താഴെയാണ്. പിന്നെയും 5 അടി താഴ്ചയിലാണ് മറ്റ് പ്രധാന ഭാഗങ്ങൾ. ഇത്തരമൊരു നിർമ്മാണ രീതി എന്തുകൊണ്ട് സ്വീകരിച്ചുവെന്നതിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഡെക്കാൻ സുൽത്താൻമാർ നശിപ്പിച്ച ശേഷം തുംഗഭദ്രയിലെ വെള്ളപ്പൊക്കത്തിൽ എക്കൽ വന്നടിഞ്ഞും കാടുമൂടിയും അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ഈ ക്ഷേത്രം. 1980-ലാണ് ക്ഷേത്രത്തിന്റെ ഭൂമിക്കടിയിലെ ഭാഗങ്ങൾ കണ്ടെത്തിയതും വീണ്ടെടുത്തതും. പടിപ്പുരയും ശ്രീകോവിലുമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇതിൽ പടിപ്പുരയുടെ പകുതിയോളം മാത്രമേ ഭൂനിരപ്പിന് മുകളിലുണ്ടായിരുന്നുള്ളൂ. മറ്റു ഭാഗങ്ങളെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം ചെയ്തെടുത്തതാണ്. മഴക്കാലത്ത് ഈ ക്ഷേത്രം ജലത്തിൽ മുങ്ങിക്കിടന്നിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ. വെള്ളമെത്തിക്കാനായി ചാലുകളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മുങ്ങിയ കോമ്പൗണ്ടിലെ ജലം പുണ്യതീർത്ഥമായാണ് ജനം കരുതിയിരുന്നത്. വിജയനഗര രാജകുടുംബവും ഈ ക്ഷേത്രത്തിന് സവിശേഷ പ്രാധാന്യം നൽകിയിരുന്നു. പല വിശേഷ ചടങ്ങുകളും അവർ നടത്തിയിരുന്നത് ഇതേ ക്ഷേത്രത്തിൽ വെച്ചാണ്. പ്രതിഷ്ഠകളൊന്നും ക്ഷേത്രത്തിൽ കണ്ടെത്തിയിട്ടില്ല. മറ്റ് ക്ഷേത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊത്തുപണികളും വളരെ കുറവാണ്. ഇനി നമുക്ക് ഹംപിയുടെ ഭരണകേന്ദ്രമായിരുന്ന റോയൽ എൻക്ലോഷറിലെ കാഴ്ചകൾ കാണാം. രാജകൊട്ടാരവും അതിനോടനുബന്ധിച്ച നിർമ്മിതികളും നിലനിന്നിരുന്ന വിശാലമായ കോമ്പൗണ്ടാണിത്. തകർന്ന കെട്ടിടങ്ങളുടെ അടിത്തറകളും ചരിത്രകാരന്മാർ പുനഃസ്ഥാപിച്ച ചില നിർമ്മിതികളും മാത്രമേ ഇപ്പോഴിവിടെ അവശേഷിക്കുന്നുള്ളൂ. ഡെക്കാൻ സുൽത്താൻമാരുടെ അധിനിവേശ കാലത്ത് സമുച്ചയം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞിരുന്നു.
കല്ലുകൊണ്ട് നിർമ്മിച്ച വലിയൊരു ചുറ്റുമതിലിനുള്ളിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത്. 43 കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മഹാനവമി ദിബ്ബ എന്ന മണ്ഡപം കൂട്ടത്തിൽ അവശേഷിക്കുന്ന നിർമ്മിതികളിൽ ഒന്നാണ്. 3 നിലകളിലായി 8 മീറ്ററോളം ഉയരമുള്ള പ്ലാറ്റ്ഫോമാണിത്. രാജാവ് വിശേഷ ചടങ്ങുകൾ വീക്ഷിക്കുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഇടം. തൂണുകളിൽ കെട്ടിയുയർത്തിയ പവലിയനും ഇവിടെ ഉണ്ടായിരുന്നു. അടിത്തറയിലെ കൊത്തുപണികളിൽ നിന്നും വിജയനഗര കാലത്തെ സാമൂഹിക സാഹചര്യങ്ങളും ഹംപിയുടെ വിദേശ ബന്ധങ്ങളുമെല്ലാം വായിച്ചെടുക്കാനാകും. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന അറബിയുടെ ചിത്രങ്ങൾ വരെ ഇവിടെയുണ്ട്. പുഷ്കരണി എന്ന മനോഹരമായ കുളം ഇവിടെ ഒരു കാഴ്ചയാണ്. മനോഹരമായി പടവുകൾ ക്രമീകരിച്ചിട്ടുള്ള കുളം മണ്ണിനടിയിൽ നിന്നും ഗവേഷകർ കണ്ടെടുത്തതാണ്. സീക്രട്ട് ചേംബറാണ് റോയൽ എൻക്ലോഷറിൽ പൂർണ്ണ രൂപത്തിൽ അവശേഷിക്കുന്ന മറ്റൊരു ഭാഗം. അളവറ്റ സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ഈ ഭൂഗർഭ ഗുഹാ ശൃംഖലയിലാണ് രാജാവ് അതീവ രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നതും. 1000 രാമശില്പങ്ങൾ കൊത്തിയ ഹസാര രാമക്ഷേത്രവും കോംപ്ലക്സിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി കാണേണ്ടത് ക്വീൻസ് ബാത്ത് എന്ന സ്നാനഗൃഹമാണ്. വിജയനഗര രാജകുടുംബത്തിലെ രാജ്ഞിമാർ കുളിച്ചിരുന്ന ഇടം. രാജാവ് പത്നിമാരോടൊപ്പം ഇവിടെ എത്തി സമയം ചിലവഴിച്ചിരുന്നതായും രേഖകൾ സൂചിപ്പിക്കുന്നു. വിശാലമായ കൊട്ടാരക്കെട്ടിന്റെ ഭാഗമായിരുന്നു ഈ സ്നാനഗൃഹവും. സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കാൻ നിർമ്മിച്ച കിടങ്ങ് ചുറ്റും കാണാം. ഒരു ചെറിയ കവാടം മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ നൽകിയിട്ടുള്ളൂ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്വീൻസ് ബാത്തിന്റെ രൂപകൽപ്പന. യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് സ്നാനഗൃഹം എന്ന ആശയം വിജയനഗരത്തിൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിൽ നിന്നും ശില്പികളെ ഇവിടെ എത്തിച്ചിരുന്നു. മന്ദിരത്തിന് പുറമേ സൗന്ദര്യം കുറവാണെങ്കിലും ഉള്ളിൽ അലങ്കാര സമൃദ്ധമാണ്. ഹൊയ്സാല, ഇസ്ലാമിക് ശൈലികളുടെ ഒരു മിശ്രണം ഇവിടെ കാണാം. ബാൽക്കണികൾ, ജനലുകൾ എന്നിവയൊക്കെ ഇസ്ലാമിക് ഛായയിലാണെങ്കിൽ തൂണുകളും മറ്റും ഹൊയ്സാല ശൈലിയിലാണ്. ഒരു നടുമുറ്റമാണ് മധ്യത്തിൽ. വിജയനഗര കാലത്ത് ഇതിൽ സുഗന്ധമുള്ള ജലം നിറയ്ക്കുകയും പൂക്കൾ വിതറി ആകർഷകമാക്കുകയും ചെയ്തിരുന്നു. തുംഗഭദ്രയിൽ നിന്നുള്ള ഓവുചാലുകളിലൂടെയാണ് വെള്ളം എത്തിച്ചിരുന്നത്. ഹംപിയിലെ 100 കണക്കിന് തകർന്ന ക്ഷേത്രങ്ങൾക്കിടയിൽ ഇന്നും വലിയ രൂപഭേദമില്ലാതെ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇനി നാം കാണുന്നത്. ചന്ദ്രശേഖര ക്ഷേത്രം. ഹൊയ്സാല ആർക്കിടെക്ചറിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിർമ്മിതി. ഉള്ളിൽ ഇഷ്ടികകൾ അടുക്കിയ ശേഷം പുറത്ത് കരിങ്കൽ പാളികൾ നിരത്തുന്ന ഹൊയ്സാല നിർമ്മാണ രീതി ഇവിടെ കാണാനാവും. തകർന്ന മതിലുകളിലാണ് ഇത് കൂടുതൽ പ്രകടം. പുറത്തെ കൽപ്പാളികൾ കാണുമ്പോൾ ശിലയിൽ നിർമ്മിച്ചതാണെന്നേ തോന്നൂ. നിർമ്മിതികൾക്ക് കെട്ടുറപ്പ് കൊടുക്കാനുള്ളതാണ് കരിങ്കൽ പാളികൾ. ഇഷ്ടികയിൽ നിർമ്മിച്ച ഗോപുരഭാഗങ്ങൾ ഇവിടെയും നശിച്ചു പോയിട്ടുണ്ട്. ഒക്ടാഗണൽ ബാത്ത് എന്ന സ്നാനഗൃഹം കാണാനാണ് അവസാനമായി നാം പോകുന്നത്. ഒറ്റപ്പെട്ട സ്ഥലത്താണ് അഷ്ടഭുജാകൃതിയിലുള്ള നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത്.
വിജയനഗര കാലത്ത് ഇത്തരം നിരവധി സ്നാനഗൃഹങ്ങൾ ഹംപിയിലുണ്ടായിരുന്നു. സമൂഹത്തിലെ നിലയുടെ അടിസ്ഥാനത്തിലാണ് അവ ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് നിശ്ചയിച്ചിരുന്നത്. ഈ സ്നാനഗൃഹം ഉപയോഗിച്ചിരുന്നത് പ്രമുഖ വ്യക്തികളാണെന്ന് കരുതപ്പെടുന്നു. കാലക്രമത്തിൽ തകർന്നുപോയ നിർമ്മിതി ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇക്കാണുന്ന രൂപത്തിൽ പുനഃസൃഷ്ടിച്ചത്. ഉള്ളിൽ അഷ്ടഭുജാകൃതിയുള്ള ഒരു പ്ലാറ്റ്ഫോം മധ്യത്തിലായുണ്ട്. ഇതിനു ചുറ്റുമാണ് വെള്ളം നിറച്ചിരുന്നത്. ചുറ്റുമുള്ള വരാന്തയും മേൽക്കൂരയോട് കൂടിയ പവലിയനുമാണ് ബാത്തിന്റെ മറ്റു ഭാഗങ്ങൾ. ഇന്ന് സ്നാനഗൃഹം മാത്രമേ ഉള്ളൂവെങ്കിലും വിജയനഗര കാലത്ത് പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന നിരവധി മന്ദിരങ്ങൾ ബാത്തിനു ചുറ്റുമുണ്ടായിരുന്നു. ഇരുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് യഥാർത്ഥത്തിൽ ഹംപി. തകർന്ന കെട്ടിടങ്ങളും മണ്ഡപങ്ങളും മതിൽക്കെട്ടുകളും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായൊരു പുരാവസ്തു കേന്ദ്രം. തളിക്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെട്ട ശേഷം ഡെക്കാൻ സുൽത്താൻമാരുടെ സൈന്യം തകർക്കും മുൻപ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരമായിരുന്നു ഹംപി. ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ സാമ്രാജ്യങ്ങളുമായെല്ലാം ബന്ധമുണ്ടായിരുന്ന വാണിജ്യ കേന്ദ്രം. വ്യാപാരത്തിലൂടെ അളവില്ലാത്തത്ര സമ്പത്താണ് വിജയനഗരത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരുന്നത്. തകർന്നു കിടക്കുന്ന കൽക്കൂമ്പാരങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കാണാനാകും ഈ നഗരം സമ്പത്ത് കൊണ്ടും സംസ്കാരം കൊണ്ടും എത്ര സമൃദ്ധമായിരുന്നു എന്ന്.